നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരായി തീരണം എന്നാണ് ആഗ്രഹം? വാട്ട് യു വാണ്ട് ടു ബിക്കം? ഇത് ഫസ്റ്റ് ക്ലാസ് അല്ലേ? വാട്ട് യു വാണ്ട് ടു ബിക്കം? ഐ വാണ്ട് ടു ബിക്കം എ ടീച്ചർ. You want to become a teacher. Okay. You want to become a teacher. I want to become a teacher. Okay. Which subject you want to teach? Which subject? Social science. Social science. Why do you like? I like English. Social science. Okay. Okay. Why did you select social science as your favorite subject? Actually, I don't like the subject at first. Actually, I don't like the subject at first. But I get admission on this economic subject. After that, I love that subject. Okay. Now, you if you have become a teacher. I study in tuition centers and home tuition also. I have some home tuitions. Okay. അതെ, എന്തെങ്കിലും ടെക്നിക്കലായ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്? കാണാൻ പറ്റുന്നില്ല, വോയിസ് ഇല്ല എന്ന് പറയുന്നു. എല്ലാവർക്കും അതുപോലെയാണ്. കേൾക്കുന്നില്ലേ? വോയിസ് കേൾക്കുന്നുണ്ടല്ലോ. ചെയ്യുമ്പോഴാണ് ക്ലിയർ അല്ലാത്തതുള്ളൂ സാർ, അല്ലെങ്കിൽ ക്ലിയർ ആണ്. എന്താണ്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ് ക്ലിയർ അല്ലാത്തത്, അല്ലെങ്കിൽ ക്ലിയർ ആണ്. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ക്ലിയർ ആയിപ്പോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ ആയിക്കോളൂ. ക്ലിയർ ആണ്. ഓക്കെ സർ. കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കുഴപ്പമില്ല സർ. സൗണ്ട് ക്ലിയർ ആവുന്നില്ല, പിന്നെ അതിനോടൊപ്പം തന്നെ പിക്ചറും വരുന്നില്ല എന്ന് പറയുന്നു. ചില സമയത്ത് സൗണ്ട് ക്ലാരിറ്റി പോകുന്നുണ്ട്. ഇടയ്ക്ക് പറയുന്ന കേൾക്കുന്നുണ്ടല്ല ഒട്ടും. നോക്കട്ടെ ടെക്നിക്കലായിട്ട്. ഓക്കെ സർ. പോയോ? റീജോയിൻ ചെയ്യാനായിരിക്കും. എന്തോ ടെക്നിക്കലി നോക്കാൻ പോയതാന്നല്ലേ പറഞ്ഞേ? സാർ ഇപ്പൊ തന്നെ വരുമായിരിക്കും. എന്തോ ടെക്നിക്കൽ എറർ ആയതുകൊണ്ട് അവർ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാണ്. സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടല്ലേ ഇന്നലത്തെയൊന്നും? നമ്മള് സംസാരിക്കുന്നവർ മാത്രം അൺമ്യൂട്ട് ചെയ്താല് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പൊ വലിയ പ്രശ്നമില്ല. ഇപ്പൊ സംസാരം കേട്ടിട്ടെ ഇപ്പൊ കുഴപ്പമില്ലല്ലോ. കൂടുതൽ കമന്റ് നമ്മള് ടൈപ്പ് ചെയ്തിട്ടാ നന്നായിരിക്കും തോന്നുന്നല്ലേ? അതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് തന്നെ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും അത്. ആക്ച്വലി കമന്റ് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാ? എനിക്ക് സത്യമായിട്ട് നമ്മള് ഗൂഗിൾ ക്ലാസ് റൂമിൽ ആദ്യമായിട്ടാ. അവിടെ ഒരു 3 dots വേണ്ട, അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഇൻകോൾ മെസ്സേജസ് കാണാം. ഓക്കെ താങ്ക് യു. ആക്ച്വലി സാറ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലല്ലോ സാറേ ഒന്നും. സാറ് ജോയിൻ ചെയ്തോ? സാറിന്റെ ഒന്നും കാണുന്നേ ഇല്ലല്ലോ. ജോയിൻ ചെയ്തത് പക്ഷെ ക്ലിയർ ആവുന്നില്ല. സാറ് സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടേക്കുവാ. പിൻ ചെയ്തിട്ടാ മതി. സാർ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സാറിന് കാണുന്നില്ല. സാറിന്റെ വീഡിയോയും കാണുന്നില്ല, സാറിന്റെ സൗണ്ടും കേൾക്കുന്നില്ല. സാർ ലെഫ്റ്റ് ആയി. വരുമായിരിക്കും. കറക്റ്റ് 1:30 സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ടായി ആണെന്ന് തോന്നുന്നു. ഞാൻ 1:31 ആണ് വന്നത്. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഹലോ, കേൾക്കാമോ?
അപ്പൊ കേൾക്കുന്നുണ്ട്. ആ കേൾക്കാം sir. കേൾക്കാം കേൾക്കുന്നുണ്ട് കേൾക്കാം സർ. ഹലോ, ആരെങ്കിലും കമന്റ് ചെയ്ത്? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ചെയ്ത് വെക്കോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ക്ലിയർ ആയോ? യെസ് 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 യെസ്. ഓക്കെ 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 ഓക്കെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. എല്ലാവരും ഞാൻ സംസാരിക്കുമ്പോൾ ഡോർ ക്ലോസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് വൺ ഓഫ് ദി സ്റ്റുഡൻസ് ദാറ്റ് വാണ്ട്സ് ടു ബിക്കം എ ടീച്ചർ, വിച്ച് സബ്ജക്ട് യു ലൈക്ക് മോസ്റ്റ്? സോഷ്യൽ സയൻസ് യു ലൈക്ക് മോസ്റ്റ്, ആൻഡ് യു വാണ്ട് ടു ബിക്കം എ സോഷ്യൽ സയൻസ് ടീച്ചർ. അവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. യെസ് യെസ് സർ. യെസ്. ഓക്കെ, why did you social science? Why did you like social science? നമുക്ക് വേണ്ടത് ഞാൻ എന്തെങ്കിലും പോലെ ചോദിക്കുന്നു, നിങ്ങൾ അതിന് മറുപടി കൂടെ പറയുന്നു. ഓക്കെ, why did you like social science? സാമൂഹ്യശാസ്ത്രം പഠിക്കാലോ, നമ്മൾ എക്കണോമിനെ കുറിച്ച് പഠിക്കാലോ കൂടുതലായിട്ട്. that is why. പിന്നെ ഇതിന്റെ അത് വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ വിഷയങ്ങൾ പഠിപ്പിച്ച ടീച്ചറിനോടുള്ള ഇഷ്ടം കൂടി ഉണ്ടാവും. Am I right? തീർച്ചയായും. അതെ അതെ അതെ. അതെ അതെ അതെ. ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം ആ ടീച്ചറിനോടുള്ള ദേഷ്യം കൂടി ഉണ്ട്. അതെ അതെ. മാത്സ് ഞങ്ങൾക്ക് 10th സോഷ്യൽ സയൻസ് പഠിപ്പിച്ച സാറ് ബ്ലൈൻഡ് ആയിരുന്നു. ബ്ലൈൻഡ് ആയി സാറായിരുന്നു സോഷ്യൽ സയൻസ് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ആ സാറ് വേറെ ടീച്ചർമാർ പഠിച്ചതിനേക്കാളും നല്ല സൂപ്പറായി ക്ലാസ് എടുത്തിരുന്നു. 10th സോഷ്യൽ സയൻസിന് ആ സാർ എടുത്തതുകൊണ്ട് നല്ല മാർക്കിന് പാസ്സാകാൻ പറ്റി. അതുകൊണ്ട് നല്ല ഇഷ്ടമാണ് സോഷ്യൽ സയൻസ്. ഓക്കെ 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 ഓക്കെ. അപ്പോ ഇതൊരു ഫാക്ടറാണ്. നമ്മൾ ചില വിഷയങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ആ വിഷയം പഠിപ്പിക്കുന്ന ടീച്ചറിനോടുള്ള ഇഷ്ടമാണ്, ആ ടീച്ചറിനോടുള്ള ഇഷ്ടക്കേടാണ്, അതെല്ലാം അത് സംഭവമാണ്. അപ്പൊ അതുപോലെ ഇംഗ്ലീഷിനോട് നമുക്ക് ചിലപ്പോൾ ഒരു വിഷയം ഒരു വിരക്തി തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ അത് പഠിപ്പിച്ചപ്പോ നമ്മൾ തെറ്റുമ്പോ നമ്മളെ കളിയാക്കും. അത് ആ ഒരു പ്രശ്നത്തെ കുറിച്ച് ഈ ക്ലാസ്സിലൊക്കെ ചിന്തിക്കാൻ വേണ്ട. ഇവിടെ കളിയാക്കലല്ല, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുള്ളൂ. നമുക്ക് സംഭവങ്ങളെല്ലാം അറിയാം, പക്ഷെ പറയുമ്പോ ഒരു പേടിയാണ്. എല്ലാരും എന്താണ് പറയും, എന്തിനാവും ഒന്നും അറിയാൻ പറ്റാത്തവരാണ്. അപ്പൊ അമൃത, ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ റെഡിയാക്കുന്ന അതിനല്ല ഞാൻ ഇരിക്കുന്നത്. യു ആർ ഫിയറിംഗ്. ഓക്കെ, ഇത് അതിനെ കുറിച്ചുള്ള ആ ടെൻഷനുകൾ പറഞ്ഞേക്കും, എല്ലാം പറഞ്ഞേക്കുന്നു പറഞ്ഞ പോലെ. അപ്പൊ ശരി, അപ്പൊ ഞാൻ പറയുമ്പോ തെറ്റും എന്ന് ചിന്തിച്ച് പറഞ്ഞ ഒരാളില്ലേ? നമ്മൾ തുറന്നു പറഞ്ഞാലല്ലേ അതിൽ തെറ്റ് ശരിയാണ് തിരിച്ചറിയാൻ പറ്റുള്ളൂ നമുക്ക്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും എന്നൊക്കെ പറഞ്ഞ ഒരാളില്ലേ? അതെ, അതിലെ ആരാണ്? ശരി, അമൃത. ഞാൻ ഒരു അമൃതയുടെ നാട് എവിടെയാണ്? എന്റെ നാട് ട്രിവാൻഡ്രം ആണ്. തിരുവനന്തപുരം. അപ്പൊ ഞാനൊരു വാചകം പറയുന്നു അമൃത, വേറൊന്നുമല്ല. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് ഇന്നലെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ടടിച്ചു കൊന്നു. ഞാൻ സിമ്പിൾ. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ടടിച്ചു കൊന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഓരോരുത്തരും പറയണം കേട്ടോ. യെസ്, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഞാൻ സിമ്പിൾ സെന്റൻസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിന്റെ പേരിലാണ് ഞാൻ നിയോജനം പറഞ്ഞത്. ഞാൻ ഇന്നലെ സ്ഥലത്തിന്റെ പേരെന്താ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ടടിച്ചു കൊന്നു. Yesterday I saw a snake at Trivandrum. I killed that snake with stick. Okay. അമൃത, ഓക്കെ. ഇനി അടുത്ത ആള്. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം.
Yesterday I was in Trivandrum. Okay. I killed a snake with a stick. Okay. Yesterday, I saw a big snake in Trivandrum at 10 p.m. Then Okay. I killed the snake with stick. Okay. Very good. അടുത്താണ്. Yesterday, I killed a snake at a Trivandrum with a stick. Okay. Sonia. Minimum. Okay. Yesterday, I killed a snake using a stick at 10 a.m. at Trivandrum. Okay. അടുത്താണ്. Hello. പറഞ്ഞോളൂ. Yesterday, my name is Vinita. Okay. Yesterday I were in Trivandrum. Yes. Around like 10 o'clock. I seen a snake, so I take a stick and I killed it. Okay. Vinita. Okay. Vinita. Okay. At Trivandrum yesterday, 10 Okay. p.m. I killed a snake with a stick. Okay. Redwin. Okay. Yesterday, I saw a snake in Trivandrum and I killed at 10 a.m. Okay. Divya. Yesterday, I am in Trivandrum. I see a snake and I kill the stick. Zina. Okay. അടുത്താണ്. Yesterday, I killed a snake with a Trivandrum. Okay. Zina. Okay. A snake at Trivandrum, 10 p.m. Okay. Yes. അപ്പൊ നമ്മൾ പറയുന്നത് ഇനി ആർക്കെങ്കിലും കീർത്തി വിജിത എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഭവ്യ. Yesterday, I killed a snake on Tiruvandhuram. Okay. Anup. Yesterday, I killed the snake by a stick. Anisha. I killed the snake. Yesterday, I killed the snake at Trivandrum. Okay. Yesterday, I saw a snake and killed with a big steel. Okay, very good. Okay. Hello. Yesterday morning. Devi Priya. Okay. Hello, sir. The snake with Yes. Trivandrum. Yesterday, I saw a snake in Trivandrum. I killed with a stick. Okay. Yes. ഇനി ഒന്ന് ഒരു മിനിറ്റിലേക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. യെസ്, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. അനു ഓക്കെ, ലിജു ഓക്കെ. അപ്പൊ ഞാൻ പറയാം. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമ്പോ ശരിയാണ് സുബി, ശരി. ഓക്കെ. ഇംഗ്ലീഷിൽ നമ്മൾ ഒരു വാചകം പറയുമ്പോ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്. ഈ ക്രമത്തിലേ പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ ചായ കുടിച്ചു എന്ന് നമ്മൾ മലയാളത്തിൽ ഞാൻ ചായ കുടിച്ചു. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കുടിച്ചു ചായ എന്നാ പറയുള്ളൂ. ഐ ഡ്രാങ്ക്. അതാണ് കറക്റ്റ്. അർത്ഥം പറയുമ്പോൾ ഞാൻ ചായ കുടിച്ചു എന്ന് പറയും. അപ്പോ ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, പിന്നീട് വെർബ് എഴുതുന്നു, പിന്നീട് ഓബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അയാളെയാണ്. ഓക്കെ, അയാളെയാണ് നമ്മൾ സബ്ജക്റ്റ്, കർത്താവ് അല്ലെങ്കിൽ നൗൺ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അയാൾ ചെയ്ത പ്രവൃത്തി അതിനെയാണ് വിനിത. ഓക്കെ, അതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ക്രിയ, വെർബ് എന്ന് പറയുന്നത്. ആ വെർബിനോട് നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഫാത്തിമ, ഓക്കെ, വെർബ് ഒന്നും കൂടെ പറയാമോ എന്നാണ്? ഓക്കെ പറയാം, ഒന്നുകൂടി പറയാം. സൂര്യ, ഓക്കെ. സബ്ജക്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ ചെയ്ത പ്രവൃത്തി, വാട്ട് ആക്ഷൻ ഹി ഈസ് ഡൂയിങ്, ഓഫീസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്, വെർബ് അല്ലെങ്കിൽ ക്രിയ എന്ന് പറയുന്നത്. ആ വെർബിനോട് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നു. അഞ്ചു, ഓക്കെ. ആ ചോദ്യമാണ് വാട്ട് ഓർ ഹും എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഓക്കെ. ഇപ്പൊ നോക്കി, ഞാൻ ചായ കുടിച്ചു. ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്?
ഡ്രാങ്ക് കുടിച്ചു. ചോദിക്കുന്നു വാട്ട് എന്ത് കുടിച്ചു? ചായ കുടിച്ചു. അത് മൂന്നാമത് എഴുതുക. ഞാൻ അവനെ കണ്ടു, ഐ സോ ഹിം. ഞാൻ കണ്ടു എന്ന് ആദ്യം എഴുതുന്നു. ചോദിക്കുക ആരെ കണ്ടു? അവനെ കണ്ടു. അത് ഒബ്ജക്റ്റ് മൂന്നാമത്. അപ്പൊ എപ്പോഴും ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഇതാണ് അതിന്റെ ക്രമം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ആദ്യം സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്താണ്, അയാൾ ചെയ്ത പ്രവൃത്തി വെർബ്, ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് മാനർ ആണ്. മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, എം മാനർ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പി പ്ലേസ്, എവിടെ വെച്ച്, സ്ഥലം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടി ടൈം, എപ്പോൾ. കണ്ടോ? അപ്പൊ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അപ്പൊ ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു, പിന്നെ ഒബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. ഈ ക്രമത്തിൽ തൽക്കാലം നിങ്ങൾ എഴുതി പോയി കഴിഞ്ഞാൽ തെറ്റുപറ്റാണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ചെറിയ വ്യത്യാസങ്ങളൊക്കെ അത് പെടുത്താട്ടോ. അതൊക്കെ നമുക്ക് പോകെ പോകെ. ഒന്നുകൂടി പറഞ്ഞേ. അതൊന്നും കൂടി പറയൂ. സബ്ജക്റ്റ്, വെർബ്, ഞാൻ പറയാം, നമുക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്, പിന്നെ മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. ഈ ഒരു ഓക്കെ. മാനർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അപ്പൊ അത്രയും പറയാൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. നോക്കിയേ, ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് ഇന്നലെ രാവിലെ 10 മണിക്ക് ഒരു പാമ്പിനെ വടികൊണ്ട് അടിച്ചു കൊന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആളാരാണ്? ഞാനാണ്. ഐ സബ്ജക്റ്റ് വന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ചെയ്ത പ്രവൃത്തി, ഗായത്രി ഓക്കെ, ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? കിൽ, ഞാൻ കൊന്നു. എന്നിട്ട് ചോദിക്കാം എന്തിനെ കൊന്നു? അപ്പൊ ഐ കിൽഡ് എ സ്നേക്ക്. ഐ കിൽഡ് എ സ്നേക്ക്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മാനർ. എങ്ങനെ കൊന്നു? മാനർ എങ്ങനെ. മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ. എങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വടി കൊണ്ടടിച്ച്, ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്, വടി കൊണ്ടടിച്ച്. അടുത്തത് പ്ലേസ്, എവിടെ വെച്ച്, പ്ലേസ് ഇൻ തിരുവനന്തപുരം, പ്ലേസ് എവിടെ. അത് കഴിഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അമൃത ഒന്ന് മ്യൂട്ട് ചെയ്തേ. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒന്നും കേൾക്കുന്നില്ല. ഇടയ്ക്ക് ക്ലാരിറ്റി കുറയുന്നു. ആരോ മ്യൂട്ട് ചെയ്യുന്നില്ല. ടീനു എന്ന് പറയുന്ന ആളാണ്. സംസാരിക്കുമ്പോ എന്ത് പാവല്ലേ. ടിവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ടീനു എന്ന് പറയുന്ന ആള്. സർ ബാക്കി കോൾസിനെ മ്യൂട്ട് ചെയ്യാൻ പറയൂ സർ. അതുകൊണ്ടാണ്. സാർക്കൊന്ന് ഓൺ മ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെ ചെയ്തൂടെ സാർ? ഓക്കെ 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 ഓക്കെ. ക്ലിയർ ആയില്ലേ? യെസ് 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 യെസ്. ഓക്കെ 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 ഓക്കെ. ഓക്കെ സെറ്റ് സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്. നാദിയ ഓക്കെ. പ്ലേസ്, ടൈം. പിന്നെ വെർബ് എഴുതുന്നു, പിന്നെ ഓബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് തെറ്റ് പറ്റാണ്ട് എഴുതാം. അപ്പോ നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ച് വെക്കാം. എസ് പ്ലസ് വി പ്ലസ് ഒ പ്ലസ് എം പ്ലസ് പി പ്ലസ് ടി. എസ് വി ഒ എം പി ടി. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്,
ടൈം. ഈ ഒരു ക്രമത്തിൽ നിങ്ങൾ ഇനി എന്ത് പറയുമ്പോഴും ഈ ഒരു ക്രമത്തിൽ പറയും. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു ക്രമത്തിൽ എഴുതാനായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എസ് ഒന്നും പഠിക്കണ്ട. പിന്നെ നമ്മൾ തന്നെ കഥയൊക്കെ ഒന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോകുന്നു, അവിടെ അങ്ങോട്ട് തകർക്കുന്നു. കാരണം നമുക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാമല്ലോ. പിന്നെ എന്തിനാണ് ആ വാക്കുകളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ പോരെ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ഇംഗ്ലീഷ് എഴുതുമ്പോ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അപ്പൊ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു. അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് വെർബ് എന്ന് പറയാം. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടുന്നതിനെ മാനർ എന്ന് പറയുന്നു. എവിടെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തെ പ്ലേസ് എന്ന് പറയുന്നു. എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറിനെ വെൻ, ടൈം എന്ന് പറയുന്നു. ഓക്കെ, സബ്ജക്റ്റ് അത് ഓക്കെ, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ഒരു ക്രമത്തിൽ നമുക്ക് അത് എഴുതിക്കൊണ്ട് പോകാം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്. ഓക്കെ, നമുക്ക് റെഡിയാക്കാം. അപ്പൊ നമുക്കറിയാം ഒരു ഇംഗ്ലീഷിൽ നമ്മളൊരു വെർബ് എടുത്തു കഴിഞ്ഞാൽ ആ വെർബിന് 3 ടെൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൾ. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്. ടുക്ക് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ടേക്കൺ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. റീഡ് പ്രസന്റ് ടെൻസ് ആണ്. റെഡ് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും റെഡ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു വെർബിന് നമ്മൾ 3 ടെൻസ് പറയുന്നു. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V1, V2, V3 എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇനി ഈ 3 ടെൻസ് വെച്ചിട്ട് നമുക്ക് ഒരു 12 ടെൻസിന്റെ ഫോം ഉണ്ട്. അപ്പൊ ഒരു സെന്റൻസ് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ അത് ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലേക്ക് അത് ഉണ്ടാകും. അതാണ് നമുക്ക് ഇനി ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ വെറുതെ ഒന്ന് പറയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ വാക്കുകളൊക്കെ കണ്ടു നിന്ന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഓരോന്ന് വ്യക്തമാക്കി അങ്ങനെ പോകും. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഒരു സെന്റൻസ് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ ഈ 12 ടെൻസിൽ ഏത് ടെൻസിലാണ് ഈ സംഗതി എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം അത് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ബാക്കിയുള്ള ഗ്രാമത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ആ ഒരു സംഗതി ഇന്ന സൈഡിലോട്ട് മാറ്റുമ്പോൾ അത് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന് നമ്മൾ പാസീവ് വോയിസ് ആക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് ആകുമ്പോൾ അത് ഇന്ന രീതിയിലാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ 12 ടെൻസ് അതിന്റെ ഫോം അത് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും എന്നുള്ളത് ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, 12 എണ്ണം. ഞാനിപ്പോ ഒരു 12 ടെൻസിന്റെ പേര് പറഞ്ഞു, ഒറ്റ പ്രാവശ്യം പറഞ്ഞോളൂ. ആരുടെയും മനസ്സിലുണ്ടോ അത്? ആരുടെയെങ്കിലും മനസ്സിൽ? യെസ്, ഓക്കെ. ഞാൻ പറയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ ദിവ്യ? പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 ടെൻസിന്റെ ഫോം. നമ്മൾ അതിൽ ഓരോന്ന് നോക്കുന്നു. അല്ല, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ കീർത്തി, ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം സിമ്പിൾ പ്രസന്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു വാചകം അത് സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ സബ്ജക്റ്റ് നോക്കുക,
പിന്നെ അതിന്റെ വെർബ് നോക്കുക. ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ് അതൊന്നും നമ്മൾ നോക്കണ്ട. സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ മതി. സബ്ജക്റ്റ് നോക്കുക, വെർബ് നോക്കുക. സബ്ജക്റ്റ് നോക്കി വെർബ് നോക്കിയിട്ട് നമുക്ക് പറയാം അത് ഇന്ന ടെൻസ് ആണ് എന്ന് പറയാൻ പറ്റും. അതിപ്പോ നമ്മൾ ആദ്യം പറയുന്നത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ്. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അതിന് സിമ്പിൾ പ്രസന്റ് എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഐ ഗോ ടു ഡൽഹി. ഞാൻ ഡൽഹിയിൽ പോകാറുണ്ട്. നോക്കി, ഐ സബ്ജക്റ്റ് ആണ്. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും. ബാക്കിയുള്ളതൊന്നും നോക്കണ്ട. ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം അത് നോക്കണ്ട. സബ്ജക്റ്റും വെർബും മാത്രം നോക്കുക. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഐ റീഡ് ബുക്സ്. ഞാൻ പുസ്തകം വായിക്കാറുണ്ട്. ഐ റീഡ് ബുക്സ്. ഐ സബ്ജക്റ്റ്, റീഡ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. യു ലുക്ക് ഹിയർ. നീ ഇവിടെ നോക്കാറുണ്ട്. യു സബ്ജക്റ്റ്, ലുക്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഹിയർ എന്നുള്ളത് എവിടെ നോക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറാണ്. അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. നമുക്ക് സബ്ജക്റ്റും വെർബും മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ടെൻസ് പറയാനായിട്ട് പറ്റണം. ഓക്കെ. അപ്പോ സാധാരണഗതിയിൽ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ്, അതായത് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും ഉപയോഗിക്കുന്നത് ഒരു ഹാബിച്വൽ ആക്ഷൻ, അതായത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. ഐ ഗോ ടു ഡൽഹി എന്ന് പറയുമ്പോൾ ഡൽഹി പോകുന്നത് എൻ്റെ ഒരു രീതിയാണ്. ഐ റീഡ് ബുക്സ് എന്ന് പറയുമ്പോൾ ഞാൻ പുസ്തകം വായിക്കാറുണ്ട്. അത് എൻ്റെ ഒരു ഹാബിറ്റ് ആണ്. ഓക്കെ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആവും. ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ കുക്ക്. അനുഷ്ഠിത് കറക്റ്റ് ആണ്. അത് സബ്ജക്റ്റ് വെർബായിട്ട് പറയാം. ഐ കുക്ക് ഫുഡ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. ഐ റീഡ് ന്യൂസ് പേപ്പർ. ഞാൻ പത്രം വായിക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ക്യാരക്ടറാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ. ഐ ഡ്രോ പിക്ചർ. അമൃത, വെരി ഗുഡ്. പോരട്ടെ, അടുത്താണ്. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ലിഞ്ചു, വെരി ഗുഡ്. ഐ ക്ലീൻ മൈ ഹൗസ് എവറി ഡേ. വെരി ഗുഡ്. റെഡ്ബി. I eat food. Anju. Subi, I eat food. Okay. I do yoga. Sachu. Yes, I play football. I cook. I wash clothes. I wash my clothes. I sing song. I cook food. I sing song. Nadia. Okay. I drink water. I draw picture. Bhavana. Sana. I sing song. I do makeup. Okay. I wash clothes. I draw picture. Okay. We play football. I make tea. I eat breakfast. I take reels. Amrita. Oh, very good. I walk every day. I make crafts. Anju. I sing a song. Harsha. I wash clothes. I drink water. I clean my house. I write a book. Sharanya. I walk every day. I teach my kids. They sing song. I sleep every day. I cook food. I hear music. Yes, I go to tailoring. Okay, I write notes. We play football. Okay. Oh, sure. I see cinema. I switch my dress. I cook my food. Okay. Very good. Okay. Safiya and she elaborated. Okay. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ടോട്ടല്ല ടീച്ച് നൽകാം. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തെയാണ് സിമ്പിൾ പ്രസന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിമ്പിൾ. ഓക്കെ റെഡിയാണ്. ഓക്കെ. അഷീന, അതായത് ദിവ്യ. ഓക്കെ. സബ്ജക്റ്റ് എഴുതുക, പിന്നെ വെർബ് എഴുതുക. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയാം. സിമ്പിൾ പ്രസന്റ്. കേട്ടോ.
ഐ കുക്ക് മൈ ഫുഡ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. ഐ കുക്ക് മൈ ഫുഡ്. ഐ റീഡ് ദ ന്യൂസ് പേപ്പർ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റുന്നത് അതിനകത്ത് സബ്ജക്റ്റ് കഴിഞ്ഞാല് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. സബ്ജക്റ്റും പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഓക്കെ വസീല, അത് നമുക്ക് സിമ്പിൾ പ്രസന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഹി വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് സഫിയ. ഓക്കെ, പറയാം. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിയേ, ഞാൻ വരാറുണ്ട്, ഐ ഗോ. നിങ്ങൾ വരാറുണ്ട്, യു ഗോ. അവർ വരാറുണ്ട്, ദേ കം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവൻ വരാറുണ്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷ് ഇങ്ങനെ പറയും. അവൻ വരാറുണ്ട് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എഴുതി സിമ്പിൾ വാചകം. അവൻ വരാറുണ്ട്, അതാദ്യം എഴുതി. ഓക്കെ, ഹ്യൂസ് കം, ഫൈസ് എഴുതി, ലിജു, സബീന, ഓക്കെ 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 ഓക്കെ, അനി, ആർഷ, അഞ്ജു, ഓക്കെ 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 ഓക്കെ, നീന, ഓക്കെ 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 ഓക്കെ. ആ റെഡിയാണ്. ഈ കെയും എഴുതി. ഓക്കെ ഓക്കെ, ഹി ഹാവ് കം, ഹി കം, ഓക്കെ 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 ഓക്കെ. റെഡി. ഈ യൂസ് കെയും. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഓക്കെ, റെഡിയാണ്. ഓക്കെ ഓക്കെ, റെഡിയാണ്. ഞാൻ അതിന്റെ ഒരു കാര്യം പറയാം. അപ്പോ അവൻ വരാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ച് പേര് എഴുതി ഹി കം എന്ന് എഴുതി, കുറച്ച് പേര് എഴുതി ഹി കംസ് എന്ന് എഴുതി, കുറച്ച് പേര് എഴുതി ഹി യൂസ്ഡ് ടു കം എന്ന് എഴുതി. അപ്പൊ ഇവിടെ നമ്മൾ അറിയാതെ നമ്മളൊരു നിയമം പഠിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ ഓക്കെ, ഹി കെയിം എവരി ഡേ. ഓക്കെ ഓക്കെ, നമ്മൾ പറയുന്നത് സഞ്ജു, സനുജ, ഇവിടെ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അൻഷാമോൾ. ഓക്കെ, അവർ വരാറുണ്ട് എന്നുള്ളതിന് അവർ, ദേ, വരിക എന്നുള്ളതിന് കം. അപ്പൊ ദേ കം എന്ന് എഴുതി. അവൻ വരാറുണ്ട് എന്ന് പറയുമ്പോൾ അവൻ എന്നുള്ളതിന് ഹി, വരാറുള്ളതിന് കം, ഹി കം എന്ന് എഴുതി കുറച്ച് പേര്. പക്ഷേ അവർ വരാറുണ്ട് എന്നുള്ളതിന് ദേ കം എന്ന് പറയുമ്പോൾ അത് ശരിയാണ്. അവൻ വരാറുണ്ട് എന്നുള്ളതിന് ഹി കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിസ്റ്റേക്ക്. അപ്പൊ നിങ്ങൾ അറിയാൻ പാടില്ലാത്തവർക്ക് ചിന്തിക്കും എന്തുകൊണ്ടാണ് അത് മിസ്റ്റേക്ക് എന്ന് വിചാരിക്കും. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത്, ഓക്കെ അമൃത, നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് അവൻ എന്നാണ്. അവൻ എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? ഒരാളെ ഉള്ളൂ. അവൾ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളൂ. അപ്പോ അവൾ എന്ന് പറയുമ്പോ അവൻ എന്ന് പറയുമ്പോ ഒരാളുള്ള എങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് എന്ന് കൂടി ചേർക്കണം. അപ്പൊ അവിടെ എന്ത് വരും? ഹി കംസ് ആണ് കറക്റ്റ്. ഹി കംസ്. അപ്പൊ എന്തുകൊണ്ട് അവിടെ എസ് വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സബ്ജക്റ്റ് സിംഗുലർ ആയി കഴിഞ്ഞാൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. ഇതാണ് നിയമം. ദേ എന്ന് പറഞ്ഞപ്പോ അവർ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ എസ് ചേർക്കേണ്ട. അപ്പൊ ദേ കം എന്ന് പറഞ്ഞാൽ മതി. നേരെ മറിച്ച് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബിന്റെ കൂടെ എന്ത് ചേർക്കണം? ഒരു എസ് ചേർക്കണം. അപ്പൊ ഹി കംസ് എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഐ കം എന്ന് പറയൂ, ഐ കംസ് എന്ന് പറയൂ? ഐ കം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഐ എന്ന് പറയുമ്പോ മോഹൻദാസ് ഐ കംസ് എന്ന് പറഞ്ഞു. മുഷീന ഷെരീഫ് അത് പറഞ്ഞു. ഓക്കെ 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 ശരിയാണ്. അപ്പൊ ഇവിടെ നീന എം ആർ കംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അഞ്ചു പറഞ്ഞിട്ടുണ്ട്, ആർഷ പറഞ്ഞിട്ടുണ്ട്, രംസീന പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ദിവ്യ ഓക്കെ ഓക്കെ ഇനി ഓക്കെ ഇനി ഞാൻ പറയാം. ഓക്കെ യെസ് യെസ് ഓക്കെ ഓക്കെ ഓക്കെ
ആ ശരി. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും കേട്ടോ. ഒരു മിനിറ്റ്. ഇംഗ്ലീഷ് ഉണ്ടാക്കിയപ്പോഴേ അതിൻ്റെ അകത്ത് കുറെ എക്സെപ്ഷൻസും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കി പോകണം. അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്. അവർ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ദേ കം എന്ന് പറഞ്ഞു, അത് ശരിയാണെന്ന് പറഞ്ഞു. അവൻ വരാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഹി കം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആണ്. അപ്പൊ വെർബിന്റെ കൂടെ ഒരു എസും ചേർത്ത് ഹി കംസ് എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ശരിയാകും എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ എന്ന് പറയുമ്പോ ഒരാളല്ലേ ഉള്ളൂ. ശരിയാണ്, ഞാൻ വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കില്ലാത്ത സംശയം തോന്നി. ഞാൻ എന്ന് പറയുമ്പോഴും ഒരാളല്ലേ ഉള്ളൂ, അപ്പോ സിംഗുലർ ആണല്ലോ, അപ്പൊ എസ് സി ഇറക്കേണ്ടത്. അപ്പൊ ഒരു കുറച്ച് പേര് എന്റെ എസ് സി ഇറക്കി. പക്ഷെ ഇതിനകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ അനുസരിച്ച് ഐയുടെ കൂടെ എസ് ചേർക്കാൻ പാടില്ല. അപ്പോ ഐ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണെങ്കിലും എസ് ചേർക്കാൻ പാടില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച ഒരു ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എസ് ചേർക്കേണ്ടതില്ല. ഇത് നമ്മൾ പഠിച്ചു. അതിനൊരു എക്സെപ്ഷൻ നമ്മൾ പഠിച്ചു. ഐ എന്നുള്ളത് സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും ഐയുടെ കൂടെ എസ് ചേർക്കാൻ പാടില്ല. ഐക്ക് എസ് ചേർക്കേണ്ടതില്ല. ഇനി ഞാൻ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളില് ഓക്കെ നിങ്ങളില് ഒരാളെ ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരാളെ ഉള്ളൂ. 4 or 5 പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും പറയാം ശരി. 4 or 5 പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ പഠിച്ചില്ല എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളാണ്. അപ്പൊ ഒരാളെ നിങ്ങളെന്ന് വിളിക്കാനും നമ്മൾ ഇംഗ്ലീഷിൽ യു എന്ന് ഉപയോഗിക്കും. ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിലും യു എന്ന് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, യു എന്നുള്ളത് ഇംഗ്ലീഷില് സിംഗുലർ ആയിട്ട് കണക്കാക്കണോ പ്ലൂറൽ ആയിട്ട് കണക്കാക്കണോ? എന്ന് വെച്ചാൽ യു പറയുമ്പോ എസ് വേണോ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അത് ഞാനിങ്ങനെ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ശരിയാണ്. നിങ്ങൾ എന്നുള്ളത് നമുക്ക് എപ്പോഴും പ്ലൂറലായിട്ട് പരിഗണിച്ചാൽ മതി. അപ്പോ നേരത്തെ എസ് എഴുതിയിട്ടുള്ള സ്റ്റുഡൻസിനോട് പറയുന്നത് ആ എസ് ഐയുടെ കൂടെ ചേർത്തവർ ശ്രദ്ധിക്കുക. യു എന്ന് പറയുമ്പോഴും നമുക്ക് ഒരാളായിട്ട് തോന്നും, ഒന്നിൽ കൂടുതലാണെങ്കിൽ യു ആണ്. അപ്പൊ അതുകൊണ്ട് യുവിന്റെ കൂടെ എസ് വേണ്ട. അപ്പോ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും എഴുതി കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി. ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ അവനെന്നോ അവളെന്നോ ബോയ് ഗേൾ, ഗേൾസ് ആണെങ്കിൽ പറ്റില്ല പ്ലൂരലാണ്, ബോയ്സ് ആണെങ്കിൽ പറ്റില്ല പ്ലൂരലാണ്. അങ്ങനെ ഏകവചനമാണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് എന്ന് കൂടി ചേർക്കണം. എന്നാൽ ഐയോ യുവോ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. ഇതാണ് ഇത്രയും നേരം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു ഗ്രാമർ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. എന്നാൽ ഐയുടെ കൂടെയോ യുവിന്റെ കൂടെയോ എസ് ചേർക്കേണ്ടതില്ല. ഓക്കെ 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 ദിവ്യ, ഓക്കെ, എസ് ചേർക്കേണ്ടതില്ല. ഇതാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. അപ്പോ ദേവി പ്രിയ, ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ തിരിച്ചു പറഞ്ഞേ. ഞാൻ പറഞ്ഞതൊന്നും തിരിച്ചു പറഞ്ഞേ. ആരെങ്കിലും ഒരാൾ പറഞ്ഞാല് ദേവിപ്രിയ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ പറഞ്ഞോളൂ. സബ്ജക്ട് സിംഗിൾ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. അതിൽ ഐ യു എന്ന സബ്ജക്ട് വരുമ്പോൾ എസ് ചേർക്കാൻ പാടില്ല. ഓക്കെ, വെരി ഗുഡ്. ഇത്രയുള്ള സംഭവം. അപ്പൊ ഇത് ഇന്ന് നമ്മൾ അറിയാതെ പഠിച്ചു, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കുക. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. ഐയും യുവും സബ്ജക്ട് വരുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കേണ്ടതില്ല. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞു അവർ
വരാറുണ്ട്, ദേക്കം. ഞാൻ രാവിലെ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്, ഐ കുക്ക് ഫുഡ്, അല്ലേ? ഇനി അത് തന്നെ നമ്മൾ നെഗറ്റീവ് ആക്കണം. എന്ന് വെച്ചാൽ ചെയ്യാത്തൊരു പ്രവൃത്തി, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഉണ്ടാകും. ചിലപ്പോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത്, അവനല്ല അവർ വരാറില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാറില്ല, നിങ്ങൾ പഠിക്കാറില്ല. അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഇടയിൽ ആ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഡു നോട്ട് എന്ന് കൂടി ചേർത്താൽ മതി. അപ്പൊ നിങ്ങൾ പഠിക്കാറില്ല എന്ന് പറയുമ്പോൾ യു ഡു നോട്ട് സ്റ്റഡി. ഡു പ്ലസ് നോട്ട് ആണ്, നോട്ട് ഡോണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ യു ഡു നോട്ട് സ്റ്റഡി, നിങ്ങൾ പഠിക്കാറില്ല. ഞാൻ വായിക്കാറില്ല, ഐ ഡു നോട്ട് റീഡ്. ഞാൻ TV കാണാറില്ല, ഐ ഡു നോട്ട് വാച്ച് TV. കേട്ടോ? അപ്പൊ ചെയ്യാറുള്ള കാര്യം പറഞ്ഞപ്പോ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിച്ചു. നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ, അതായത് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ അതിനു മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡു നോട്ട് ചേർക്കുന്നു. അപ്പോ ഐ ഡു നോട്ട് ഗെറ്റ് ആംഗ്രി. കേട്ടോ സഫിയ? അപ്പോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യം, അത് നിങ്ങളുടെ ക്യാരക്ടർ അല്ല, നിങ്ങൾ ചെയ്യാറില്ല, ആ ഒരു കാര്യം പറഞ്ഞു. നസിയ, ഡു നോട്ട് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് ing ഉണ്ടാവില്ല. നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾ ചെയ്യാറില്ല. ഡു നോട്ട്. ഐ ഡു നോട്ട് സ്മോക്ക്. വെരി ഗുഡ് വിനിത. ഐ ഡു നോട്ട് സ്വിം ആണ്, സ്വിമ്മിങ് അല്ല, ing ഉണ്ടാവില്ല. ഐ ഡു നോട്ട് വാച്ച് TV. വാച്ചിങ് അല്ല, വാച്ച്. ഓക്കെ. ഐ ഡു നോട്ട് ഈറ്റ് snake. I do not drive. I do not read newspaper. I don't smoke. I do not fly. Okay. I do not eat junk food. Okay. I do not smoke. I do not drive car. I don't drink. I do not dance. I do not see serial. I do not smoke. I do not dance. Okay. Okay. First year. I do not play. I do not dance. I do not sing. Okay. Maybe Priya, Hasina. Okay. Okay. എല്ലാം വായിച്ചെത്താലും കണ്ടോ പേര് വായിച്ചത്? സഫിയ ഓക്കെ, അഞ്ചു ഓക്കെ, വിദിഷ, സരണ്യ ഓക്കെ. ഓക്കെ ഓക്കെ, തെറ്റുമേ പറയും. ഐ ഡു നോട്ട് സിംഗ്. ഐ ഡു നോട്ട് ഈറ്റ് ഫാസ്റ്റ് ഫുഡ്. സന, ഐ ഡു നോട്ട് ലൈക്ക് ടു ഹിയർ സാഡ് സോങ്സ്. ഓക്കെ. ഐ ഡു നോട്ട് ഡ്രൈവ്. ഓക്കെ. സബന, ദിവ്യ, കീർത്തി ഓക്കെ. ഐ ഡു നോട്ട് വേസ്റ്റ് ഫുഡ്. ഓക്കെ, വെരി ഗുഡ്. ഐ ഡു നോട്ട് ഡ്രിങ്ക് എനിത്തിങ്. I do not speak English. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. I do not dance. I do not dance. I do not dance. Okay, 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 okay. I do not. Okay, 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 okay. I do not. I do not waste my time. I do not sing. I do not smoke. I do not sing. Okay. And I know. Okay, I do not in procedure വാക്യം. I do not read English. അല്ലെങ്കിൽ I do not study English. ഇംഗ്ലീഷിന്റെ ഇടയ്ക്ക് ഒരു വാക്യം. I do not waste time. I do not tell lie. I do not tell lie. Okay. I do not waste food. Okay. 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 Very good. Very good. Very good. അപ്പൊ do not വെച്ച് നിങ്ങൾക്ക് എഴുതാൻ മനസ്സിലാക്കി. I do not speak in English. അത് പാട്ട് കഴിഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കണം. ഓക്കെ. ഓക്കെ. സോ വി കം ടു, അപ്പൊ നമ്മളോട് സൂചിപ്പിച്ചത് I do not spend time with strangers often. Okay, Safia. I do not waste watching serial. Okay. Okay, okay, okay. Okay. അപ്പൊ നോക്കാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ കുറിച്ച് പറഞ്ഞു. I do not sim. Okay, Divya. Okay. Divya, very good. I do not use bad words. Okay. നമുക്ക് പറയാം സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് എസ് ചേർക്കേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞു. രണ്ട് സബ്ജക്റ്റ് വരുമ്പോൾ എസ് ചേർക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിന്റെ നെഗറ്റീവിനെ കുറിച്ച് പറഞ്ഞു. നെഗറ്റീവ് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചേർത്തു? ഡു നോട്ട് ചേർത്തു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെഗറ്റീവ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു നോട്ട് ചേർത്തു. ഓക്കെ, ഇനി നിങ്ങളിപ്പോ ഏകദേശം ഒരു 100 പേരുണ്ട്. ഈ 100 പേരിൽ ഒരാളായിട്ടുള്ള നിങ്ങൾ ബാക്കിയുള്ള 99 പേരിൽ ഒരാളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും. പതിവായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ടോ, പോകാറുണ്ടോ, എടുക്കാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഇപ്പൊ പറഞ്ഞ വാചകമില്ലേ, ഞാൻ
പുകവലിക്കാറില്ല. ഐ ഡു നോട്ട് സ്മോക്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ വേറെ ആളോട് ചോദിക്കുകയാണ്, നീ പുകവലിക്കാറുണ്ടോ? ഞാൻ പുകവലിക്കാറില്ല എന്നുള്ളതിന് ആൻസർ അത് നമുക്കറിയാം, ഐ ഡു നോട്ട് സ്മോക്ക്. വേറെ ആളോട് നമ്മൾ ചോദിക്കുകയാണ്, നീ പുകവലിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ വിനിത എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഞാൻ പുകവലിക്കാറില്ല സന്ധ്യ ഓക്കെ സാഹിത്യം ഒക്കെ എന്ന് എഴുതിയതിന്റെ ആ നോട്ട് കളഞ്ഞിട്ട് ആ ഡു എന്നുള്ളത് ആദ്യം പറയും. അപ്പൊ എന്തായി, നീ പുകവലിക്കാറില്ല, യു ഡു നോട്ട് സ്മോക്ക്. നീ പുകവലിക്കാറുണ്ടോ എന്നാണെങ്കിൽ നോട്ട് കളഞ്ഞിട്ട് ഡു ആദ്യം പറയാം. അപ്പൊ എന്തായി, ഡു യു സ്മോക്ക്, നീ പുകവലിക്കാറുണ്ടോ? ഡു യു റീഡ് ബുക്ക്, നീ ബുക്ക് വായിക്കാറുണ്ടോ? ഒരാളെ വഴിയിൽ വെച്ച് കാണുമ്പോ ഡു യു സീ ഹിം, നീ അവനെ കാണാറുണ്ടോ? ഡു യു ലവ് യുവർ ഫാമിലി, നീ നിന്റെ കുടുംബത്തെ സ്നേഹിക്കാറുണ്ടോ? ഡു യു ലവ് യുവർ ചിൽഡ്രൻ? അപ്പൊ ഡു യു എന്ന് വെച്ചിട്ട് നമുക്ക് വേറെ ആളോട് ചോദ്യം ചോദിക്കും. ഓക്കെ, നിങ്ങളുടെ ഒരു സുഹൃത്തിനെ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ, യാദൃശ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കരുത്, ഡു യു വെച്ചൊരു ചോദ്യം ചോദിക്കുക. ഓക്കെ, ഡു യു സ്ലീപ് ഇൻ ദ ആഫ്റ്റർനൂൺ? ഓക്കെ, ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറുണ്ടോ? ഡു യു സിംഗ് സോങ്, നീ പാട്ട് പാടാറുണ്ടോ? ഡു യു ലൈക്ക് സിനിമ, നീ സിനിമ ഇഷ്ടപ്പെടാറുണ്ടോ? ഡു യു കൺസിഡർ അതേഴ്സ്, വെരി ഗുഡ് സഞ്ജു. സനുജ, മറ്റുള്ളവരെ നീ പരിഗണിക്കാറുണ്ടോ? ഡു യു ഡാൻസ്, ഡു യു ഗോ ടു ക്ലാസസ്? ഓക്കെ. ഫാത്തിമ, ഡു യു ലൈക്ക് ഡാൻസ്? ഡു യു ഈറ്റ് സംതിങ്? ഡു യു നോ ഹിം? ഓക്കെ, വെരി ഗുഡ്. ഡു യു ലൈക്ക് സീരീസ്? ഓക്കെ. ഡു യു get any job? Okay. Do you like ice cream? Do you help others? Do you see your friend? Do you write a poem? Do you still dance? Okay, very good. Still dance. Do you come tomorrow? Tomorrow do you come with it? Sandra okay, Nishida okay, Arif okay, Anju okay. Do you go to church? Get church. Do you see friends? Do you study well? Do you eat food? Do you sing song? Personal. Do you watch movie? Do you visit the doctor? Do you feel comfortable here? Very good. Do you watch TV? Do you eat biryani? Do you like dance? Do you play? Do you eat lunch? Do you like the food? Do you like cinema? Do you like Malayalam? Do you drink water? Do you be here? Do you love your children? Do you know English? Okay. Do you care others? Okay. Do you speak English? Do you practice as well? Do you like me? Yes. Do you speak English? Do you like to come with others? Okay. Do you help your mother in the kitchen? Oh, very good. Do you like ice cream? Okay, okay, Fatima. Okay. ശരിയാണ്, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അറിയാതെ നമ്മൾ 2-3 വാചകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡു വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രസന്റ് ടെൻസ് ഓഫ് വെർബ് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വക സംഗതികൾ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ആ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുക. ഡു വെച്ചിട്ട് അല്ലെങ്കിൽ ഡു നോട്ട് വെച്ചിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങോട്ട് പറയുക. ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തിൽ. ഓക്കെ, അതങ്ങോട്ട് പറഞ്ഞേക്കാം. ഒരാളെ നമ്മൾ വഴിയിൽ വെച്ച് കണ്ടു. ഡു യു അറ്റൻഡ് ദ ക്ലാസ്? ഈ ക്ലാസ്സിൽ അത് പങ്കെടുക്കാറുണ്ടോ? അങ്ങനെയാണ് ചോദിച്ചേക്കാം. അപ്പോ അതൊരു ഒരു വാക്ക് നമ്മുടെ മനസ്സിലോട്ട് ഡു എവിടെ വെക്കണം എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാം. ഇനി അപ്പൊ ഇന്നിപ്പോ ഏകദേശം ഒരു 2:24 അപ്പൊ ഈ സമയത്ത് നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പൊ പലപ്പോഴും പല ആളുകൾക്കും ബുദ്ധിമുട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഐഡിയ വന്ന് ഇങ്ങനെ തിങ്കി നിൽക്കുകയായിരിക്കും. പക്ഷെ ആ ഐഡിയ പറയാനായിട്ടുള്ളൊരു വാക്ക് നിങ്ങൾക്ക് അറിയില്ല. എന്ത് വാക്കാണ് അതിന് പകരം വെക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ വേർഡ് എന്നറിയേണ്ടത്. പക്ഷെ നിങ്ങളൊരു 200 പേജിന്റെ നോട്ട്ബുക്ക് വാങ്ങി നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷ് വാക്കൊക്കെ ഒന്ന് എഴുതി നോക്കി, ആ 200 പേജ് തികയില്ല. നമ്മൾ പറയുന്ന ഒരുപാട് വാക്കുകൾ അത് ഇംഗ്ലീഷാണ്. ബസ് എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് അല്ലേ?
സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലേ, സ്വിച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാല് നമ്മൾ അറിയാതെ ഒരുപാട് വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം. സ്വിച്ച് എന്നുള്ളതിന്റെ മലയാളം എന്താണെന്ന് പറയാം? അത് പലപ്പോഴും ചോദിക്കാം. ഫാൻ. ഓക്കെ, ശരിയാണ്. സ്വിച്ച് സ്വിച്ച് എന്നുള്ളതിന്റെ മലയാളം പറയുമ്പോൾ വൈദ്യുത ഗമനാഗമന നിയന്ത്രണം എന്ന് പറയണം. സബ് ഇൻസ്പെക്ടർ എന്നുള്ളതിന്റെ ചെറുകിട കുറ്റാന്വേഷണം എന്ന് പറയണം. ഇത് പണ്ട് നിയമസഭയിൽ ആരും ചോദിച്ചപ്പോ പറഞ്ഞൊരു മറുപടിയല്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് വാക്കുകൾ അറിയില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കുന്നു. പൈപ്പ്. ഓക്കെ, ശരിയാണ്. അപ്പൊ നമുക്ക് കുഴലെന്ന് പറയണം. അപ്പൊ ഇന്ന് നമ്മൾ തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് എവിടെയോ കിടക്കുന്ന ആ ഡിക്ഷണറി നമ്മളത് തപ്പിപ്പിടിച്ച് നമ്മുടെ മുറിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളതൊന്ന് തുറന്നു നോക്കുന്നു. ഒരു വാക്ക് പുതിയത് പഠിക്കണം. ഒരു വാക്ക്, അധികമൊന്നും പഠിക്കണം. ഒരു വാക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുന്നു. ഒരു വാക്ക് പുതിയത് പഠിക്കുന്നു. നമുക്കറിയാവുന്ന വാക്ക് പഠിക്കണ്ട, അത് നമുക്കറിയാവുന്നതാണ്. അത് ശരി. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ 365 പുതിയ വാക്ക് നമ്മുടെ പക്കലുണ്ടാവും. ഒരു വാക്ക് നമ്മളിത് തീരുമാനിക്കുന്നു. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും ഒരു വാക്ക് വെച്ച് നമ്മൾ പഠിക്കുന്നു. മതി, ഞാൻ അധികമൊന്നും എന്നോട് പറയുന്നില്ല. എടുക്കാൻ പറ്റാത്ത ഒരു കാര്യം പറയുന്നു. ഒരു വാക്ക് നമ്മൾ പുതിയത് പഠിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അത് പറയാം. വാക്ക് ഞാൻ ഇന്നലെ പഠിച്ച വാക്കുണ്ട് പറയട്ടെ. അപ്പൊ പറയാം. നീ പഠിച്ച വാക്ക് പറഞ്ഞേ. അപ്പൊ അത് അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ഒരു പ്രാവശ്യം പറയുമ്പോൾ അതങ്ങോട്ട് പിന്നെ ഒരു വാക്ക് അഡീഷണൽ ആയിട്ട് പഠിച്ചു. അതുകൊണ്ട് ഈ നമ്മുടെ സാധാരണ ക്രിസ്ത്യൻ കല്യാണത്തിൽ പറയും, ഈ നിമിഷം മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരുമിച്ചുണ്ടാകുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളിനി പറയുന്നു, ഈ നിമിഷം മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ ഒരു വാക്ക് വെച്ച്. ഇനി ഈ ഒരു വർഷത്തെ ക്ലാസ് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അതിനുശേഷവും നമ്മൾ ഒരു വാക്ക് വെച്ച് പുതിയത് പഠിക്കുന്നു. ആ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മക്കളെയും കൂടി ആ രീതിയിൽ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവനിപ്പോ ചെറിയ ക്ലാസ്സിലേക്ക് പഠിക്കുന്നത്. അപ്പൊ അവനെയും കൂടി ഇത് ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാല് എഴുതി വെച്ചോ കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഞാനിത് നിങ്ങളെ വിശ്വസിക്കുകയാണ്. നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങളുടെ മക്കളെയും കൂടി ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവരാം. ഒരു ദിവസം ഒരു പുതിയ വാക്ക് അവനോട് കൂടി പഠിക്കാൻ പറയും. മൈ നെയിം ഈസ് ജോബ്, JOB. അപ്പൊ ഒരു പുതിയ വാക്ക് മക്കളോട് പഠിക്കാൻ പറയാം. അപ്പൊ അവനും പഠിക്കട്ടെ. അപ്പൊ അമ്മയും മകനും അല്ലെങ്കിൽ മകളും കൂടി ഒരുമിച്ച് പഠിക്കുമ്പോൾ ആ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പിറ്റേ ദിവസം ഉണ്ട്. നമ്മൾ ഇന്നലെ പഠിച്ച വാക്ക് ഏതാണ്? ഇന്നലെ പഠിച്ചത് എൻകറേജ്മെന്റ്, പ്രോത്സാഹനം. ഓക്കെ. ഇനി എന്നാൽ പഠിച്ചത് ഡിഫിക്കൽട്ട്. ഓക്കെ, അത് വെച്ചിട്ട് ഒരു വാക്ക് നിങ്ങൾ ഉണ്ടാക്കുക, പറയുക. അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുമ്പോൾ അത് വെച്ചിട്ട് പറയുക. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാക്കുകൾ നമ്മൾ മറക്കില്ല. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യണം. നമ്മൾ ഇന്ന് പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിക്കുന്നത്. അതാണ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആയ വാചകം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകം നമ്മൾ എഴുതുമ്പോൾ ആ വാചകം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കാൻ നമ്മൾ മറക്കരുത്. എസ് കൂടി ചേർക്കണം. എന്നാൽ I, you ഇത് രണ്ട് സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എസ് ചേർക്കേണ്ടതില്ല. അത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ മനസ്സിലാക്കി തന്നിരിക്കുന്ന വാചകത്തിന്റെ നെഗറ്റീവ് എഴുതാൻ വേണ്ടിയിട്ട് ആ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഡു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എഴുതി വെക്കാം. നെഗറ്റീവ് ആവും, പോകാറില്ല, വരാറില്ല എന്നാവും. ഇനി അത് തന്നെ ഒരു ചോദ്യമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ നോട്ട് കളഞ്ഞിട്ട് ഡു ആദ്യം പറയുകയാണെങ്കിൽ ഓക്കെ ഡു ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ടീച്ചർ റെഡി ആയിട്ട് നിൽക്കുന്നു തോന്നുന്നു. ഓക്കെ, സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ അടുത്ത സംശയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഈ പഠിപ്പിച്ച ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുക.
നിങ്ങളുടെ ഈ വക എല്ലാ പഠിപ്പിച്ച കാര്യങ്ങളിലും എല്ലാ സംശയങ്ങളും നമുക്ക് മറുപടി പറയാം. ഫുൾ സപ്പോർട്ട് ഞാൻ തരും. നിങ്ങളും ഫുൾ സപ്പോർട്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറയാം. ദിവ്യ പറയാം, ഒന്നുകൂടി പറയാം. കൃത്യമായിട്ട് ചെയ്യുക. ചമ്മല്, ദുഃഖം, വിഷമം, മറ്റാളുകൾ എന്ത് വിചാരിക്കും ഈ വക ഒരു ചിന്തയും വേണ്ട. കാരണം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ വിജയത്തോട് അടുക്കാറായപ്പോഴാണ് പിന്മാറിപ്പോയത്. അപ്പൊ വിജയത്തിനോട് അടുത്തു എന്ന് അവർക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ലാസ്റ്റ് സമയമല്ലേ, നമ്മൾ ശ്രമിക്കുന്നു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ഡേ. ഓക്കെ, ബൈ ബൈ. ഓ, താങ്ക് യു സഫിയ. ഓക്കെ, താങ്ക് യു. ചോദിച്ചിട്ട് പറയാം ഫാത്തിമ. താങ്ക് യു സന. ഓക്കെ ദിവ്യ. സാർ ഇനി ക്ലാസ് ഉണ്ടാവോ? ഞാൻ ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞാൽ കേട്ടോ. അല്ലേ ക്ലാസ് ഉള്ളൂ? വൺ അവർ എന്നാ പറഞ്ഞത്. ശനിയാഴ്ച തിങ്കളാഴ്ച. ഇന്നിനി ക്ലാസ് ഉണ്ടോ? 2:30 വരെ അല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇല്ല, ഇന്നില്ല. ഓക്കെ, ഓക്കെ സർ. തിങ്കളാഴ്ച ഓൺ മൺഡേ. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. Thank you. ഓക്കെ, വെൽക്കം. താങ്ക് യു സർ. സർ, ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട് ഉണ്ടാകുമോ? സാർ ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട് ഉണ്ടാവുമോ? നാളെ തരാം. ആണോ? ഓക്കെ. ഇത് ഫസ്റ്റ് ക്ലാസ് അല്ലേ സാർ? ലീവ് ചെയ്യാലോ അല്ലേ? ലീവ് ചെയ്തോളൂ. നാളെ ഡൗട്ട് ക്ലിയറിംഗ് ക്ലാസ് ഉണ്ടാവും പറഞ്ഞില്ലേനോ 10:30? അതില്ല, ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞുതരുമോ? ഇന്നത്തെ